തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിടുന്നത്. അതിനിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് എം മണി MLA. ക്ഷേമ പെൻഷനും മറ്റും വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ച ആളുകൾ തങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്നായിരുന്നു എം മണിയുടെ പ്രതികരണം. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചിട്ട് ഭംഗിയായി ശാപ്പാടും കഴിച്ച ശേഷം നല്ല ഭംഗിയായി നമ്മക്കിട്ട് വെച്ചു എന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇടുക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ജനങ്ങളെയും വോട്ടർമാരെയും അപമാനിക്കുന്ന തരത്തിലുള്ള എം മണിയുടെ ഈ വാക്കുകൾ പുറത്തു വന്നത്. റോഡ്, പാലം, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ജനക്ഷേമ പരിപാടികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുണ്ടോ എന്നുമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തോൽവിയോടുള്ള അമർഷം മറക്കാനാകാതെയായിരുന്നു എം മണിയുടെ പ്രതികരണം. എന്തൊക്കെ ഊളത്തരം വിളിച്ചു പറഞ്ഞാലും അതൊക്കെ നാടൻ ഭാഷയിലെ പ്രയോഗമാണെന്നും താനൊരു നാട്ടിൻ പുറത്തുകാരൻ ആണെന്നും പറഞ്ഞ് കൈ കഴുകുന്ന ആളാണ് എം മണി എന്ന മണിയാശാൻ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കുമായിരുന്നു വോട്ടെങ്കിൽ ഒരു കാരണവശാലും LDF ഇത്രയും വലിയ തോൽവി ഉണ്ടാകില്ലായിരുന്നു എന്നാണ്. പെൻഷൻ ഉൾപ്പെടെ വാങ്ങിയിട്ട് ആളുകൾ LDFനെതിരെ വോട്ട് ചെയ്തു എന്നാണ് മണിയാശാന്റെ കരച്ചിൽ. ജനങ്ങൾ നന്ദികേട് കാണിച്ചുവെന്നും മണി ആരോപിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയാറായിട്ടില്ല, അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറയുമെന്നും എം മണി പറഞ്ഞു. അതേസമയം എം മണിയുടെ മണ്ഡലത്തിലെ ഇടത് കോട്ടയായ രാജാക്കാട്ടും LDFന് പരാജയമാണ് ഉണ്ടായത്. നേരത്തെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പന സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത വ്യാപാരിയായ സാബു തോമസിനെതിരെ അധിക്ഷേപ പരാമർശവുമായും എം മണി എത്തിയിരുന്നു. സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണമെന്നാണ് അന്ന് മണി പറഞ്ഞത്. സാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയിൽ നടത്തിയ വിശദീകരണ യോഗത്തിലാണ് MLAയുടെ ഈ വിവാദ പരാമർശമുണ്ടായത്. ഞങ്ങൾക്കൊരു പങ്കുമില്ല, വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരേണ്ട എന്നൊക്കെയാണ് മണി അന്ന് പറഞ്ഞത്. ഒരിക്കലല്ല, പലപ്പോഴും പലതവണ ഇതേപോലെ പലതും വിളിച്ചു പറയുന്ന ആളാണ് മന്ത്രിയും MLAയും ഒക്കെ ആയിരുന്ന എം മണി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും മണിയുടെയോ CPMന്റെയോ പോക്കറ്റിൽ നിന്നും കൊടുത്തതല്ല, കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമാണ് അതെല്ലാം. വീട്ടുകാരൻ മുതൽ മദ്യം വാങ്ങുമ്പോഴുള്ള കൊള്ള ലാഭം വരെ അതിലുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓരോ സർക്കാരും ചെയ്യേണ്ടത്. ഈ നാട്ടിലെ ആളുകളെല്ലാം CPMന് വോട്ട് ചെയ്യുമെന്ന് മണിയാശാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. ഇത്രയും വൃത്തികെട്ട ഡയലോഗുമായി ഇനിയും വന്നാൽ വോട്ടുകൾ ഇനിയും കുറയും. നിങ്ങളെപ്പോലുള്ളവർക്കെതിരെ സാധാരണ ജനങ്ങൾക്ക് പ്രതികരിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനും കൂടെയുള്ളതാണ് ഇലക്ഷനുകൾ. ആ പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത്. അത് അംഗീകരിക്കുക, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. അതാണ് എല്ലാ പാർട്ടിക്കാരും ചെയ്യേണ്ടത്.